ഹായ്, നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ PC ലാപ്ടോപ്പ് എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗൂഗിൾ ക്രോം ആണ്. നിങ്ങൾക്ക് മോസില്ല ഫയർഫോക്സ്, ഒപ്പറ മിനി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ബ്രൗസറിൽ വേണമെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഗൂഗിളിൽ വന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. ഡിജിറ്റൽ ഡു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ആദ്യം കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മളെ ഡിജിറ്റൽ ഡു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ വെബ്സൈറ്റിലേക്കാണ്. ഇതാണ് ഹോം പേജ്. നമുക്ക് ഡാഷ്ബോർഡ് കാണാവുന്നതാണ്. ഡാഷ്ബോർഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹായ് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ ആ അക്കൗണ്ടിന്റെ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണാം ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ആയിട്ട് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ്. അതിൽ സെക്കൻഡ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ നൗഷാദ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ യൂസർ നെയിം സെറ്റ് ചെയ്യേണ്ടി വരും. ഞാനപ്പോ ആദിൽ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ നെയിം കൊടുക്കുകയാണ്. യൂസർ നെയിം എപ്പോഴും ഫുൾ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ഇവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. ഈ ഇമെയിൽ IDയിലേക്കായിരിക്കും നിങ്ങളുടെ കോഴ്സ് രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ ആ ഒരു ഇമെയിൽ ID ഇവിടെ കൊടുക്കാം. ദെൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സജഷൻ വരുന്ന പാസ്വേഡ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചൂസ് യുവർ ഓൺ പാസ്വേഡ് എന്നുണ്ടാവും. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പാസ്വേഡ് കൺഫർമേഷൻ ഒന്നുകൂടെ ചോദിക്കും. ഇനി രജിസ്റ്റർ കൊടുക്കുക. നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ പാസ്വേഡ് തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ ഇങ്ങനെ ഒരു മാർക്ക് കാണിക്കുന്നതായിരിക്കും. ദെൻ രജിസ്റ്റർ കൊടുക്കുക. നേരെ നമ്മൾ പോകുന്നത് ഡാഷ്ബോർഡിലേക്കാണ്. ഇവിടെ നിങ്ങളുടെ ഡാഷ്ബോർഡ് കാണാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇമേജ് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര കോഴ്സിൽ എൻറോൾ ചെയ്തു, എത്ര കോഴ്സ് ഇപ്പൊ ആക്റ്റീവ് ആണ്, എത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ലിസ്റ്റ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ യൂസർ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. എൻറോൾഡ് കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്ന കോഴ്സസ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. ഇനി ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ലോഗ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ്, മേജർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സാധാ ഇവിടെ കാണാം എനബിൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ടേൺ ഓൺ ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സ്റ്റുഡന്റിന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് എങ്ങനെ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. Thank you so much.